2025 കീം റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനോടകം വിവിധ എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ എക്സാമിലും ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വർഷവും മുൻപിലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യെസ്, പറഞ്ഞു വന്നത് നമ്മുടെ കീം എക്സാമിനെ കുറിച്ചാണ്. കീം എക്സാമിൽ 100% സ്കോർ കരസ്ഥമാക്കി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജോൺ ഷിനോജ് ആണ്. ആദ്യമേ തന്നെ മോനെ, എല്ലാവിധ ആശംസകളും. വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഈ വർഷവും ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന് അഭിമാനമായി മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോൺ ഷിനോജിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്കറിയാം. ജോൺ ഷിനോജ്, നാട്, പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, എല്ലാം ഒന്ന് പറയാം. എൻ്റെ വീട് കല്ലൂർക്കാടാണ്, മൂവാറ്റുപുഴയിലെ കല്ലൂർക്കാട്. എൻ്റെ അമ്മ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും. പേര് അനിത തോമസ്. അച്ഛൻ്റെ പേര് ഷിനോജ് ജെ വട്ടക്കുഴി. അപ്പൻ BSNL ഡിവിഷൻ എഞ്ചിനീയറാണ്. അപ്പോൾ ജോൺ ഈ വലിയ നേട്ടം കൈവരിച്ചത് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ പരിശീലനത്തിലൂടെയാണെന്ന് പറയുമ്പോൾ ആ സ്കൂൾ കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവില്ല. ജോൺ ഷിനോജ് പഠിച്ചത് K സ്കൂൾ മാന്നാനത്താണ്. +1 +2 പഠന കാലഘട്ടത്തിൽ എൻട്രൻസ് പരിശീലനം നേടിയാണ്, ബ്രില്യൻറ്റിലെ എൻട്രൻസ് പരിശീലനം നേടിയാണ് ജോൺ ഈ വലിയ നേട്ടം കൈവരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കീമിലൊക്കെ വരുന്ന വർഷം 2026 ഇതുപോലെ തന്നെ 100% നേടി മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ജോണിൻ്റെ ഒരു പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ കീമിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ JEEMനും അഡ്വാൻസിന് വേണ്ടി പഠിച്ചപ്പോൾ, പിന്നെ നന്നായിട്ട് NCERT ലെവൽ തിയറി എല്ലാം ഓക്കെ ആയപ്പോൾ കീം അത്രയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെയായി. എന്നുവെച്ചാൽ അതായിട്ട് ഫോക്കസ് ചെയ്തില്ല, പക്ഷെ എന്നാലും JEEM ലെവലിൽ നന്നായിട്ടാവുമ്പോൾ കീം ഒബ്വിയസ്ലി അതിൻ്റെ തിയറി എല്ലാം പക്കയായി വരുമ്പോൾ കീമും നന്നായിട്ട് വരുന്ന എൻ്റെ ഒരു വിശ്വാസം. ഫൈനലി ആ ഒരു വിശ്വാസം ഇതായിപ്പോൾ കംപ്ലീറ്റ്ലി അല്ലേ ഓക്കെ ആയിരിക്കുകയാണ് അല്ലെ, കീമിൽ 100%. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹം, JEE മെയിൻസിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 99.87. നമുക്കറിയാം 99 പോയിന്റ് എന്ന സ്കോർ സ്വപ്നതുല്യമായൊരു സ്കോറാണ്. ആ സ്കോർ ബ്രില്യൻറ്റിൽ നിന്ന് കരസ്ഥമാക്കിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അതിലൊരാൾ, അതിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാൻ ആഗ്രഹം, ഈ വർഷം ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന അത്ര മാത്രമുണ്ട്. വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ബ്രില്യൻറ്റിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. ഈ ഒരു സക്സസ്സിലേക്ക് നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബ്രില്യൻറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷനും ഒപ്പം ഇനി ഉള്ള JEE അഡ്വാൻസ് പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. JEE അഡ്വാൻസ് പ്രിപ്പറേഷൻ ഇനിയിപ്പം 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുമാതിരി റെഡി ആയിരിക്കാം. എന്നാലും ഇനിയിപ്പം മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ മെൻറ്റാലിറ്റിയും, നമ്മുടെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതന്നെയാണ് എല്ലാ സീനിയേഴ്സും പറഞ്ഞിരുന്നത്. ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ മെൻറ്റാലിറ്റിയും ആ എക്സാം ഹോളിലെ ആ ഒരു ഫീലും അതൊക്കെയാണ്. അപ്പോൾ ആ ലെവലൊന്ന് ശരിയാക്കി വന്നാൽ ഇനിയിപ്പോൾ എല്ലാം റെഡിയാവും. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സാം ഹാളിലെ മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ മാക്സിമം കോൺഫിഡൻസോട് കൂടി ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുക, തെറ്റുകൾ സംഭവിക്കാതിരിക്കുക, ഇതൊക്കെ വലിയൊരു ഘടകമല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? കൃത്യമായ ഒരു പരീക്ഷകൾ എഴുതിയുള്ള പരിശീലനം വേണം. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നാണ്. അപ്പം ബ്രില്യൻറ്റ് തന്ന ഒരു എക്സാം അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ JEE അഡ്വാൻസ് പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ആഴ്ചയിൽ രണ്ട് പരീക്ഷ വെച്ച് ഉണ്ടായിരുന്നു. അഡ്വാൻസ് ലെവലിലാണ്, അഡ്വാൻസിനേക്കാളും കുറച്ചുകൂടെ മേളിൽ. അപ്പോൾ ഭയങ്കര വിഷയമാണ്. അതും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് വന്നേക്കണം. എന്ന് വെച്ചാൽ എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞിട്ട് JEE അഡ്വാൻസ് അതായിരിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു വിചാരം, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് JEE അഡ്വാൻസ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കാനായിട്ടുള്ളൊരു. യെസ്, അതായത് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങളെ കംഫർട്ടായിട്ട് ഇരിക്കുകയല്ല, അഡ്വാൻസ് ലെവലിലും കുറച്ചുകൂടെ ടോപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ തന്ന് എങ്ങനെ എക്സാം ഹാളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം, എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിലേക്കും കറക്റ്റ് ഷാർപ്പായിട്ട് എത്താം എന്നുള്ളത് ബ്രില്യൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ചെയ്ത് പഠിക്കുകയാണ്. ഫൈനലി കോൺഫിഡൻ്റ് ആണോ JEE അഡ്വാൻസ്ഡ് നേരിടാൻ? കുഴപ്പമില്ല. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും JEE അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒറ്റ ലക്ഷ്യം IIT അല്ലേ. IIT സ്വപ്നവുമായിട്ട് ബ്രില്യൻറ്റിലേക്ക് എത്തി ഫൈനൽ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. JEE മെയിൻസിന് നല്ല സ്കോർ കരസ്ഥമാക്കുന്നു, കീമിൽ 100% സ്കോർ കരസ്ഥമാക്കുന്നു. ഇനി IITക്കും നമുക്കൊരു ലക്ഷ്യമുണ്ട്. എവിടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അത് അത്രയ്ക്ക് തീരുമാനിച്ചിട്ടില്ല. എങ്കിലും IIT മദ്രാസ്, IIT ബോംബെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ IIT മദ്രാസിനോടാണ് കൂടുതൽ താല്പര്യം. ഓക്കെ, എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഒരു ഇലക്ട്രിക്കലൊക്കെയാണ് നോക്കുന്നത്. ഉറപ്പില്ല. യെസ്, ഈ ഉറപ്പില്ല എന്ന് പറയുന്നതിന് മുന്നിൽ വലിയൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇവരോടൊപ്പം കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അവരെല്ലാം ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. കൂടെ ഉള്ളവർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട്? എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ സ്കോർ ആയിരിക്കും. ആ സ്കോറോട് എന്ന് പറഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ തന്നെ അക്ഷയിച്ചു 100
100%. യെസ്. പിന്നെ ബാക്കി എല്ലാവർക്കും തന്നെ 99, കുറെ പേർക്ക് തന്നെ 99ന്റെ മേളിൽ പ്രശ്നമുണ്ട്. പിന്നെ ജെ അഡ്വാൻസിന് തന്നെ എൻ്റെ ക്ലാസ്സിൽ 99.9 മേളിൽ ഒരു 5-6 പേരുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ. യെസ്. അപ്പോൾ ഇത്രയും വലിയ നേട്ടം നേടി ബെർലിന് അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി, രാജ്യത്തിന് അഭിമാനമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിട്ട് മാറിയത് റിസൾട്ടുകൾ എത്തിയപ്പോഴേക്കും? അതിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ബ്രില്യൻറ്റും ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആദ്യമൊക്കെ നമ്മളെല്ലാവരും ഞാനാണേലും കുറേയൊക്കെ താന്നിരിക്കുമ്പോഴൊക്കെ നല്ല ഡൗട്ട് ക്ലിയറൻസും നല്ല വിഷയം മോഡൽ എക്സാംസും പിന്നെ അതിൻ്റെ കറക്ഷൻസും ഒക്കെ വെച്ചിട്ട് വിഷയമായിട്ട് എന്നെ കയറി വരാൻ ബ്രില്യൻറ്റ് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 കീം എൻട്രൻസ് എക്സാമിൽ ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ ജോണൊപ്പമാണ് നമ്മളുള്ളത്. അപ്പോൾ ജോണിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജി അഡ്വാൻസിലും നല്ലൊരു മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.